ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DC ബുക്സ് മുൻ എഡിറ്റർ AV ശ്രീകുമാറിന് മാത്രം പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചു. കോട്ടയം ഈസ്റ്റ് പോലീസാണ് കോട്ടയം CJM കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പുസ്തകത്തിന്റെ ഭാഗങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു ഇ.പിയുടെ പരാതി. AV ശ്രീകുമാറിനെതിരെ വ്യാജരേഖ ചമയ്ക്കൽ, IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് നമുക്കൊപ്പം ചേരുകയാണ്. ഗോകുൽ, ഒരൊറ്റ പ്രതി മാത്രമാണ്. എന്തൊക്കെയാണ് കുറ്റപത്രത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ബിനിലെ, ഈ കേസ് FIR ഇട്ട് 6 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കോട്ടയം ഈസ്റ്റ് പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കോട്ടയം CJM കോടതിയിലാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ DC ബുക്സിന്റെ മുൻ എഡിറ്ററായിട്ടുള്ള AV ശ്രീകുമാറിനെ മാത്രം പ്രതി ചേർത്തുകൊണ്ടാണ് കോട്ടയം ഈസ്റ്റ് പോലീസിന്റെ കുറ്റപത്രം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. നേരത്തെ ഈ കേസിൽ AV ശ്രീകുമാർ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. തുടർന്ന് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, തെളിവെടുപ്പ് നടപടികൾക്കൊക്കെ ശേഷം അദ്ദേഹം ജാമ്യത്തിൽ പോവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും മറ്റ് DC ബുക്സ് മുതലാളി അടക്കമുള്ള ആളുകളെ പ്രതി ചേർക്കാതെയാണ് നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ആത്മകഥയിലെ ഉൾഭാഗങ്ങൾ അത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് AV ശ്രീകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ള കണ്ടെത്തലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കോട്ടയം ഈസ്റ്റ് പോലീസിന് ലഭിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ DC ബുക്സ് ഓണർഷിപ്പിനടക്കം ഇതിൽ പങ്കാളിത്തമില്ല എന്ന് ഉള്ള രീതിയിലുള്ള കുറ്റപത്രം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ദിവസമായിരുന്നു ഇത്തരത്തിൽ ഇ.പി. ജയരാജന്റെ ആത്മകഥ ആയിട്ടുള്ള അതിന്റെ ചില ഉൾഭാഗങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോർത്തപ്പെടുകയുണ്ടായത്. ഈ സംഭവം വലിയ വിവാദം രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇ.പി. ജയരാജൻ തന്നെയാണ് പോലീസിൽ പരാതി നൽകിയത്. ഈ ആത്മകഥാ ഭാഗങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇ.പി. ജയരാജന്റെ പരാതി. ആ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടത്തി കുറ്റപത്രത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതിനുശേഷം ഈ സംഭവങ്ങൾ വിവാദമായതിനു ശേഷം ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇ.പി. ജയരാജൻ പിന്നീട് തനിക്ക് ഇതിൽ അല്ലെങ്കിൽ ഒരു പരാതിയില്ല, DC-യുമായി ഈ കാര്യങ്ങൾ സംസാരിച്ച് തീർക്കും എന്നുള്ള കാര്യങ്ങളിലൊക്കെ പ്രതികരണങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ FIR ഇട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അത് പോലീസിന്റെ സ്വാഭാവിക നടപടി തന്നെയാണ്. എന്തായാലും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഇ.പി. ജയരാജന് താല്പര്യമില്ല എങ്കിൽ ഇതിന്റെ വിചാരണ വേളയിലാണ് അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഇനി വിചാരണ കോടതിയിൽ ആരംഭിക്കും. ആ വേളയിൽ ഇത്തരത്തിൽ DC ബുക്സിന്റെ അഭിഭാഷകനുമായിട്ട് ഇ.പി. ജയരാജന്റെ അഭിഭാഷകൻ ഇത്തരത്തിൽ സംസാരിച്ച് തങ്ങൾക്ക് പരാതിയില്ല എന്നുള്ള കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ കേസ് അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ബാക്കി അല്ലെങ്കിൽ നടപടികളൊക്കെ തന്നെ അവസാനിപ്പിക്കുന്നതിലേക്ക് കടക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും FIR ഇട്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവിക നടപടി എന്നോണമാണ് 6 മാസങ്ങൾക്ക് ഇപ്പുറം ഈ കേസിൽ IT ആക്ട്, അതോടൊപ്പം തന്നെ ഈ രേഖകൾ ചോർത്തി നൽകുക അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഈ AV ശ്രീകുമാറിനെ മാത്രം പ്രതി ചേർത്തുകൊണ്ടുള്ളൊരു കുറ്റപത്രം ഇപ്പോൾ CJM കോടതിയിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, കേരളത്തിൽ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ഇ.പി. ജയരാജൻ ഒരുപാട് മറുപടി പറയേണ്ടി വരികയും ചെയ്തിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അതിലാണിപ്പോൾ കോട്ടയം ഈസ്റ്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കോട്ടയം CJM കോടതിയിലാണ് കുറ്റപത്രം. പരിപ്പുവടയും കട്ടൻ ചായയും എന്ന പേരിൽ പുറത്തു വന്നിരുന്ന ആത്മകഥയുടെ വിവരങ്ങൾ തൻ്റെ അറിവോടെയും സമ്മതത്തോടെയും അല്ല പുറത്തു വന്നിരുന്നത് എന്നുള്ളതായിരുന്നു ഇ.പി. ജയരാജന്റെ പരാതി.